أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. അല്ലയോ വിശ്വാസികളെ, പുരുഷന്മാർ മറ്റു പുരുഷന്മാരെ പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠരായെന്ന് വരാം. സ്ത്രീകൾ മറ്റു സ്ത്രീകളെയും പരിഹസിക്കരുത്. പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠരായെന്ന് വരാം. നിങ്ങൾ നിങ്ങളെ തന്നെ കുത്തിപ്പറയരുത്. ദുഷ്പേരുകൾ വിളിക്കുകയും അരുത്. വിശ്വാസം കൈക്കൊണ്ട ശേഷം വഷളമായ പേര് വിളിക്കുന്നത് എത്ര നീചം. ഈ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിയാത്തവർ ധിക്കാരികൾ തന്നെയാകുന്നു. വിശ്വസിച്ചവരെ, മിക്ക ഊഹങ്ങളും നിങ്ങൾ വർജിക്കുക. ചില ഊഹങ്ങൾ പാപങ്ങളാണ്. നിങ്ങൾ രഹസ്യങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. അന്യോന്യം പരദൂഷണം പറയുകയും അരുത്. നിങ്ങളിൽ ഒരാൾ തൻ്റെ മരിച്ച സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങളത് വെറുക്കുന്നു അല്ലേ? അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. നിശ്ചയം അള്ളാഹു വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാമയനുമാകുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പരിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായമായ സൂറത്തുൽ ഹുജുറാത്തിലെ 11-12 ആയത്തുകളാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്താണിത്. സത്യവിശ്വാസികളുടെ സ്വഭാവ സംസ്കരണമാണ് ഈ സൂറത്തിന്റെ പ്രധാന വിഷയം. നാം വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവപൂർവം ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നത്. ഒന്നാമത്, നമ്മുടെ നാവിന് നിയന്ത്രണം വെക്കുക എന്നതാണ്. അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർ വളരെ വിരളമാണ്. വാക്കുകളുടെ വില അറിയുന്നവർക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. പറയുന്നത് വരെ നാം അവയുടെ ഉടമകളും പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ അടിമകളുമാണ്. പിന്നീട് അവ ഒരിക്കലും തിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരനെ സദസ്സിൽ വെച്ച് അപമാനിച്ചു. ഇപ്പോൾ എനിക്ക് ഖേദം തോന്നുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഗുരു ശിഷ്യനോട് ഒരു ചാക്ക് നിറയെ തൂവൽ കൊണ്ടുവരാൻ കൽപ്പിച്ചു. കൊണ്ടുവന്നപ്പോൾ അവയെല്ലാം അങ്ങാടിയിൽ കൊണ്ടുപോയി വിതറാൻ ആവശ്യപ്പെട്ടു. തിരിച്ചു വന്ന ശിഷ്യനോട് വീണ്ടും അവ അങ്ങാടിയിൽ പോയി പെറുക്കിയെടുത്ത് ചാക്കിലാക്കി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ശിഷ്യൻ അങ്ങാടിയിൽ പോയി നോക്കുമ്പോൾ ഒന്നുപോലും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാം പാറിപ്പോയിരുന്നു. ഇന്ന് നാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും പറയുന്ന വാക്കുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് കോഴിക്കുഞ്ഞുങ്ങളെപ്പോലെ മനുഷ്യജീവിതം ചിക്കിച്ചിങ്ങഞ്ഞ് അഭിമാനം ക്ഷതപ്പെടുത്തുന്നതിനെ ഇസ്ലാം ഏറ്റവും ഗുരുതരമായ കുറ്റമായി കാണുന്നത്. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ആക്ഷേപിച്ചത് ആരെയാണ് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്നും
നാവ് നീട്ടിയ നായ എന്നുമൊക്കെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും കടുത്ത പ്രയോഗം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. നാവിനെ അനിയന്ത്രിതമായി ഉപയോഗിച്ച് പരദൂഷണം പറയുന്നവരെ പറ്റിയാണ് ഖുർആൻ പ്രയോഗിച്ചത്. മരിച്ചു കിടക്കുന്ന സഹോദരന്റെ പച്ച മാംസം തിന്നുന്നവൻ എന്നതാണത്. ഖുർആനിലെ പല കൽപ്പനകളും വിലക്കുകളും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നിച്ച് സംബോധന ചെയ്യുന്നവയാണ്. എന്നാൽ പരിഹാസത്തെപ്പറ്റി പറയുന്നിടത്ത് സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേകം സംബോധന ചെയ്തിരിക്കുന്നുണ്ട്. ഖുർആൻ അതിന് നൽകുന്ന സവിശേഷമായ ഒരു ഊന്നലായിരിക്കാം അതിന് കാരണം. ശത്രുവിനോട് പോലും മാന്യമായി സംസാരിക്കണമെന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഓരോ മർദ്ദകനും അക്രമിയും സ്വേച്ഛാധിപതിയും ആയ ഫിർഔന്റെ അടുത്തേക്ക് മൂസാ നബിയെയും സഹോദരനെയും അയച്ചപ്പോൾ അള്ളാഹു അവരോട് നിർദ്ദേശിച്ചു, നിങ്ങളിരുവരും ഫിർഔന്റെ അടുത്തു പോവുക, അവൻ അതിക്രമിയായിരിക്കുന്നു. നിങ്ങൾ അവനോട് സൗമ്യമായി സംസാരിക്കുക. ഒരു വേള അവൻ ചിന്തിച്ച് മനസ്സിലാക്കിയെങ്കിലോ. നേരിയ ഒരു അവഗണന കാരണം പോലും ആരുടെയും അഭിമാനവും അല്പം പോലും ക്ഷതപ്പെടരുതെന്ന് നിർബന്ധിക്കുന്നതിനാലാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ സമീപത്തെ തന്നെ വിശദമായ നിരൂപണത്തിന് വിധേയമാക്കിയത്. അദ്ദേഹം പ്രമുഖരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അന്ധനായ ഉമ്മി മക്തൂം കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ വേണ്ട വിധം പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാഴ്ചയില്ലാത്തത് കാരണം ഉമ്മി മക്തൂം അതറിഞ്ഞിരുന്നുമില്ല. എന്നിട്ടും അള്ളാഹു അതിലിടപെട്ടു. കാഴ്ച പരിമിതിയുള്ള തൻ്റെ ദാസൻ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ പ്രവാചകനാൽ അവഗണിക്കപ്പെടുന്നത് അള്ളാഹുവിന് അംഗീകരിക്കാനാവുമായിരുന്നില്ല. അങ്ങനെയാണ് പ്രവാചകനെ സൂറത്തുൽ അബസയിലൂടെ തിരുത്തുന്നത്. ഇതിൽ നിന്നൊക്കെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മെ സംബന്ധിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ തലയിടാതിരിക്കുക, ആരെയും നോവിക്കാതിരിക്കുക, മുഖം കറിപ്പിച്ച് സംസാരിക്കാതിരിക്കുക, അന്യന്റെ ജീവിതത്തിലേക്ക് ചുഴിഞ്ഞന്വേഷിക്കാതിരിക്കുക. റഹ്മാനായ നാഥന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.